ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NL വ്ളോഗ്സ്. നമ്മളപ്പോൾ കനകക്കുന്നിൽ വസന്തോത്സവം കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. തിരക്ക് നോക്കൂ. ഓ, ഈ തിരക്ക് കൂടുമല്ലാണ്ട് കുറയില്ല ഗൈസ്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ കയ്യിൽ ക്യാഷ് എടുത്തില്ല. ഇവർ ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് പോയി ക്യാഷൊക്കെ എടുത്ത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും തിരക്കോടെ തിരക്ക്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. എല്ലാ തവണത്തെ പോലെ തന്നെ ലൈറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു മേളമായിരുന്നു. ഒരു അറേഞ്ച്മെൻ്റ് എന്നൊക്കെ ഒന്ന് പറയാൻ അതൊക്കെ കുറഞ്ഞ വാക്കായി പോവും. ഇതൊക്കെ എന്താണ് ഇത് ഗൈസ്. ഒരു അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോസിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഇവിടെ ഒരാൾ ചിക്കി ഓടി പോകുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനൊരു സാധനം കണ്ടു. ഇതിൻ്റെ ഉള്ളിലും ലൈറ്റാണ്. എവിടെ തിരിഞ്ഞാലും ലൈറ്റാണ്, എവിടെ തിരിഞ്ഞാലും. അപ്പോൾ ഈ ലൈറ്റ് കാണാനായിട്ട് എനിക്ക് പറ്റിയില്ല, കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആളൊഴിഞ്ഞൊരു എന്താണ് DJ ആണോ എന്താണോ സംഭവം എന്ന് അറിയാൻ ഞാൻ ഉള്ളിൽ കയറി നിന്ന് മുകളിലേക്ക് ക്യാമറയൊക്കെ ഇങ്ങനെ തിരിച്ച് നോക്കി. നല്ല രസമുണ്ട്, നല്ല വൈബുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങി. ഈ ലൈറ്റ് ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഓരോ പരിപാടികൾക്കൊക്കെ നമ്മൾ ഫങ്ഷനൊക്കെ നമ്മൾ ലൈറ്റ് ഇങ്ങനെ ചെയ്യത്തില്ല, അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു രസം ഉണ്ടായിരുന്നു. ഇങ്ങനെ കളറുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു, നമ്മളതിൻ്റെ അടിയിൽക്കൂടെ നടക്കുന്നു. എവിടെ തിരിഞ്ഞാലും ഒരു എസ്തറ്റിക് ഫ്രെയിം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിങ്ങനെ മുന്നോട്ടിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഇങ്ങനെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഡിസ്നി ലാൻഡിൽ ചെന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഒറ്റൊരു വിഷമം ഉണ്ടായുള്ളൂ, ഇതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അത് നശിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും. എന്തായാലും അത് കുഴപ്പമില്ല, നമ്മൾക്കിങ്ങനെ നിന്ന് നമുക്കത് ആസ്വദിക്കാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങകലൊരു ഓറഞ്ച് കളർ ലൈറ്റ് കണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് കാണാം. അവിടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോകെ ഇത് കാണാം. എന്തായാലും നിങ്ങൾ ഇത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ഗൈസ്. ഇങ്ങനെ തിരക്കിൻ്റെ ഇടയ്ക്ക് വരികയും ആസ്വദിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ പലരും വിചാരിക്കും തിരക്കല്ലേ പോകണ്ട എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പോകണം കേട്ടോ, ആസ്വദിക്കണം. ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. ഇത് ശരിക്കും ഇതെന്താ പറയുക, ഒരു ചൈന ടൗണിന് സമാനമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്, ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ ബോർഡൊക്കെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. നമുക്ക് പിന്നെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുന്നതുകൊണ്ട് അധികം ഇങ്ങനെ ഫോട്ടോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് ഈ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് ശേഷം വരുന്നത് ശരിക്കും ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതിൻ്റെ ഒന്നിൻ്റെ പേര് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഓരോന്നും യൂണീക്കായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു മേസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പിന്നെ നടന്ന് ലൈറ്റ് മാത്രമല്ല കേട്ടോ. അത് കണ്ടോ, ഫ്ലവേഴ്സ് കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ഫ്ലവേഴ്സ്. എനിക്കറിയാൻ പാടില്ല ഗൈസ്, ഇത്രയധികം ഫ്ലവേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്. അതും ഓരോന്ന് യൂണിക് പീസസ്. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒത്തിരി നടക്കാനുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് സ്റ്റക്കായിപ്പോയി. ഈ താമര ഇലയുടെ അടുത്ത് വന്നപ്പോൾ എന്താണെന്നറിയില്ല, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് ഞാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയത് കേട്ടോ. എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി പല ടൈപ്പ് ഈ ടൈപ്പ് എന്താ പറയുക, ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം വന്നത് നമ്മൾ ഈവൻസിനൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള ഒരു ഫ്ലവേഴ്സൊക്കെ അറേഞ്ച്മെൻ്റ് ഇല്ല, അതിൻ്റെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു എന്താ പറയുക, എസ്തറ്റിക് ഫ്രെയിം തന്നെയാണ് ഇത്. നമുക്ക് പലരും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇതിങ്ങോട്ട് കയറിയപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. പക്ഷേ പോകെയാണ് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങിയത്. എന്തായാലും അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ഇത് ശരിക്കും ഈവൻസിന് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതാണെന്ന് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്ക് അങ്ങ് ക്ലിയർ ആയില്ലായിരുന്നു. എന്നാലും സംഭവം കൊള്ളാം കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ളത് അവർ കാണിച്ച് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടീമാണ്, പാരഡൈസ് എന്ന് പറയുന്ന ഈ ടീമാണ് ഇതെല്ലാം
അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിവേസ്, പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഉള്ളൊരു ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയത് ഞാൻ. കാരണം ആ ലെഫ്റ്റ് സൈഡിൽ സാധാരണ നിങ്ങളെല്ലാവരും ഇവിടെ സ്ഥിരം ഈ ക്രിസ്മസിനൊക്കെ വരുന്നവരാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ നമുക്കറിയാം അവിടെ ഒരു ക്രിസ്മസ് ഹൗസ് കാണാറുണ്ട്. പക്ഷേ അത് ഈ തവണ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഈ ഫ്ലവേഴ്സ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കൂടുതൽ. ഇനി അപ്പുറത്ത് കുറേ സ്റ്റാളുകളുണ്ടെന്ന് കേട്ടു, നമ്മളങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. എനിവേസ് ഡേ നമ്മളങ്ങനെ ഐസ്ക്രീം സ്റ്റാളിൻ്റെ അവിടെ തന്നെ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനി ഐസ്ക്രീം മേടിച്ച് കൊടുക്കാതെ ചിക്കി ഒരു അടി മുന്നോട്ട് പോവില്ല. അപ്പോൾ അത് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് അവൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. മാത്രമല്ല എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുപോലെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനിയും അനേകം വ്ളോഗുകൾ ഈ വർഷം വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഇറ്റ്സ് മീ നീനു. ബൈ.